നമസ്കാരം. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു ചെറിയ മുന്നറിയിപ്പ് കൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ ഉറക്കം കെടുത്താൻ നമ്മുടെ ഇന്ത്യക്ക് നിമിഷങ്ങൾ മാത്രം മതിയെന്ന്? എന്നാൽ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ആകാശവും കടലും ഒരുപോലെ സ്തംഭിച്ചു നിൽക്കുന്ന ആ ഞെട്ടിക്കുന്ന രഹസ്യം എന്താണെന്ന് നിങ്ങളും അറിയേണ്ടതുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേവലം ഒരു വാർത്തയല്ല, മറിച്ച് ശത്രു രാജ്യങ്ങളുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ 2500 കിലോമീറ്റർ വരുന്ന ഭീമാകാരമായ ഒരു സമുദ്രപാത പെട്ടെന്നങ്ങ് പൂർണ്ണമായി അടച്ചുപൂട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? അതെ, ഒഡീഷ തീരത്തെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് ആരംഭിച്ച് കടലിൻ്റെ ആഴങ്ങളിലേക്കും ആകാശത്തേക്കും നീളുന്ന ആ വിസ്തൃതിയിലാണ് ഇപ്പോൾ ഇന്ത്യ നിർണായകമായ നോൺ ഫ്ലൈ സോൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള ആ രഹസ്യ കാരണം എന്താണെന്നറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഒന്ന് ഞെട്ടും. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അതെ, നിങ്ങൾ ഊഹിച്ചതുപോലെ തന്നെ ലോകം വിറങ്ങലിച്ചു നിൽക്കുന്ന ആ ആയുധം വേറെയൊന്നുമല്ല, ഭാരതത്തിൻ്റെ ആവനാഴിയിലെ ഏറ്റവും വിനാശകാരിയായ ഹൈപ്പർസോണിക് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ, നമ്മുടെ സ്വന്തം അഗ്നി-6 ആണ്. പടിഞ്ഞാറ് പാകിസ്ഥാനും കിഴക്ക് ചൈനയും ഒരുപോലെ മുൾമുനയിൽ നിൽക്കാൻ കാരണം മറ്റൊന്നുമല്ല. ചൈനയുമായി നമുക്ക് 6000-ൽ പരം കിലോമീറ്റർ ദൂരമേ ഉള്ളുവെങ്കിൽ അഗ്നി-6ന് പറക്കാനാവുന്നത് 10,000-ലധികം കിലോമീറ്ററുകളാണ്. അതായത് ചൈനയുടെ ഏത് നഗരവും ലക്ഷ്യമിടാൻ ഇതിന് നിമിഷങ്ങൾ മാത്രം മതി. അതുകൊണ്ട് ബെയ്ജിങ്ങിലെ ഭരണാധികാരികൾക്ക് ഇപ്പോൾ ഉറക്കമില്ലാത്ത രാവുകളാണ്. നമുക്ക് അവർക്ക് കൊടുക്കാനായി വേറെന്താണുള്ളത്? ഇതുകൊണ്ടൊക്കെ അങ്ങ് സന്തോഷിക്കണം കേട്ടോ ചൈനയെ. പാകിസ്ഥാനോട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യയെ അവർക്ക് നല്ലവണ്ണം അറിയാം. ഈ മിസൈലിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഇനി നമ്മൾ അറിയേണ്ടത്. 4ാം തലമുറയിലുള്ള ഈ അത്യാധുനിക മിസൈൽ ഖര ഇന്ധനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിനാൽ ഇത് ഏത് നിമിഷവും പെട്ടെന്ന് വിക്ഷേപിക്കാൻ സാധിക്കും. റോഡ് മൊബൈൽ ലോഞ്ചറുകൾ ഉപയോഗിച്ച് രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഇതിനെ ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ച് നീക്കാനും വിക്ഷേപിക്കാനും സാധിക്കുമെന്നത് ഇതിൻ്റെ സൈനിക പ്രാധാന്യം ഇരട്ടിയാക്കുന്നു. അമേരിക്കയുടെ താഡാവട്ടെ, ചൈനയുടെ HQ-19 ആവട്ടെ, ലോകത്തിലെ ഏത് അത്യാധുനിക റഡാറുകളുടെയും കണ്ണുവെട്ടിച്ച് പറക്കാൻ ഇതിന് പ്രത്യേക കഴിവുണ്ട്. സഞ്ചാരപഥം പെട്ടെന്ന് മാറ്റാൻ കഴിയുന്ന MRV സാങ്കേതികവിദ്യ ഇതിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നോക്കി നിൽക്കെ ഇത് ലക്ഷ്യം കണ്ടിരിക്കും. ഒരു മിസൈലിനുള്ളിൽ തന്നെ 10 വ്യത്യസ്ത ആണവ പോർമുനകൾ താങ്ങാൻ കഴിയുന്ന മിർവ് സാങ്കേതികവിദ്യയാണ് ഇതിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നത്. അതായത് ഒരൊറ്റ മിസൈൽ കൊണ്ട് 10 ലക്ഷ്യസ്ഥാനങ്ങളെ ഒരേ സമയം ചാരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു വലിയ ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ നിമിഷം തന്നെ ഇത്തരമൊരു പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തത്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് രഹസ്യാന്വേഷണ കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും കടന്നുകയറ്റം അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യ നൽകുന്ന ശക്തമായ ഒരു മുന്നറിയിപ്പാണിത്. ഞങ്ങളുടെ അതിർത്തിയിലേക്ക് കണ്ണുവച്ചാൽ ഫലം എന്തായിരിക്കും എന്ന് ശത്രുക്കളെ ബോധ്യപ്പെടുത്തുന്ന കടുത്ത രാഷ്ട്രീയ തന്ത്രപ്രധാന നീക്കമാണിത്. ശബ്ദത്തേക്കാൾ 5 മടങ്ങിലധികം വേഗതയിൽ കുതിച്ചു പായുന്ന ഈ ആയുധം ഇന്ത്യയുടെ കൈകളിൽ പൂർണ്ണമായെത്തുമ്പോൾ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏത് കോണിലെയും ശക്തികൾ നമ്മെ നോക്കിയൊന്ന് വിറയ്ക്കുമെന്ന് ഉറപ്പാണ്. രാപ്പകലില്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി പണിയെടുത്ത DRDO ശാസ്ത്രജ്ഞരുടെയും സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമാണിത്. സ്വന്തം മണ്ണിൽ നിന്ന് ഉയരുന്ന ഈ വലിയ മുന്നേറ്റം കേൾക്കുമ്പോൾ ഏതൊരു ഇന്ത്യക്കാരൻ്റെയും നെഞ്ച് അഭിമാനത്താൽ തുടിക്കും. രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ കണ്ണുവയ്ക്കുന്ന ഏതൊരു ശക്തിക്കും ഈ മണ്ണിൽ നിന്ന് ലഭിക്കാനിരിക്കുന്ന ശക്തമായ മറുപടിയാണിത്. ഇന്ത്യയുടെ ഈ പുതിയ കരുത്ത് ഏഷ്യൻ രാഷ്ട്രീയത്തിൻ്റെ തന്നെ സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ പോവുകയാണ് എന്നത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഭാരതം അതിൻ്റെ പരമോന്നത സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ നെറുകയിലേക്ക് വീണ്ടും ഉയരുകയാണ്. അതിനെ തടയാനായി ആർക്കും കഴിയില്ല. ഇത് കേവലം ഒരു ആയുധ പരീക്ഷണം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ നയതന്ത്രപരവും സൈനികവുമായ മേധാവിത്വത്തിൻ്റെ പ്രഖ്യാപനം കൂടിയാണ്. ലോകത്തിലെ വൻ ശക്തികൾ പോലും ഭയത്തോടെ നോക്കിക്കാണുന്ന ഒരു പ്രതിരോധ നിരയാണ് ഇന്ന് ഭാരതം സ്വന്തമാക്കിയിരിക്കുന്നത്. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടാകുന്ന പ്രകോപനങ്ങളെയും കടന്നുകയറ്റങ്ങളെയും കൃത്യമായി അളന്നറിഞ്ഞ് തക്കതായ മറുപടി നൽകാൻ നമ്മുടെ രാജ്യം പ്രാപ്തമാണ്.
ഒഡീഷ തീരത്ത് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ നിയന്ത്രണങ്ങൾ കേവലം ഒരു തുടക്കം മാത്രമാണ്. വരും നാളുകളിൽ ലോകരാഷ്ട്രങ്ങൾ ഞെട്ടലോടെ വീക്ഷിക്കാൻ പോകുന്ന വലിയ പല മാറ്റങ്ങളും നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്നു. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇതൊരു വെറും മിസൈൽ പരീക്ഷണമായി തോന്നാമെങ്കിലും ഇതിൻ്റെ പിന്നിൽ വർഷങ്ങളുടെ കഠിനാധ്വാനവും ലക്ഷക്കണക്കിന് ശാസ്ത്രജ്ഞരുടെ വിയർപ്പുമാണുള്ളത്. അടിച്ചമർത്താൻ നോക്കുന്ന ഏത് ദുഷ്ടശക്തിയുടെയും മുന്നിൽ ഭാരതം ഇനി ഒരിക്കലും തലകുനിക്കില്ല. ഏത് ഭീഷണിയെയും അതിൻ്റെ മൂർധന്യത്തിൽ വെച്ച് തന്നെ തകർത്തെറിയാൻ പാകത്തിലുള്ള സമാനതകളില്ലാത്ത കരുത്ത് ഇന്ന് നമുക്കുണ്ട്. ചരിത്രത്തിൻ്റെ ഓരോ ഏടുകളിലൂടെയും കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഭാരതം ഒരിക്കലും സമാധാനത്തിൻ്റെ പേരിൽ സ്വന്തം സുരക്ഷയെ പണയം വെച്ചിട്ടില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രതിരോധ മേഖലയിൽ രാജ്യം കൈവരിച്ച കുതിച്ചുചാട്ടം ലോകത്തെ വലിയ രാജ്യങ്ങളെ പോലും അമ്പരപ്പിക്കുന്ന ഒന്നാണ്. വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി ഇന്ന് സ്വന്തമായി അത്യാധുനിക മിസൈലുകളും യുദ്ധോപകരണങ്ങളും നിർമ്മിക്കാൻ ഭാരതത്തിന് സാധിക്കുന്നു എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അഗ്നി-6 പോലെയുള്ള ഭൂഖണ്ഡാതര ബാലിസ്റ്റിക് മിസൈലുകളുടെ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുക വഴി ഇന്ത്യ ലോകത്തിലെ അതിശക്തമായ ആണവ ശക്തികളുടെ മുൻനിരയിലേക്ക് തന്നെയാണ് ചുവടുവെച്ചിരിക്കുന്നത്. ചൈനയും പാകിസ്ഥാനും മാത്രമല്ല, ലോകത്തെ ഏത് വൻ ശക്തിയും ഇനി ഇന്ത്യയോട് ഇടയുമ്പോൾ 2 വട്ടം ചിന്തിക്കേണ്ടി വരും. ഈ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഓരോ റിപ്പോർട്ടുകളും വലിയ രീതിയിലുള്ള ചർച്ചകളാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചൈനീസ് മാധ്യമങ്ങൾ പോലും ഈ വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. ഒഡീഷ തീരത്ത് പ്രഖ്യാപിച്ചിരിക്കുന്ന നോൺ ഫ്ലൈ സോൺ യാദൃച്ഛികമല്ല, മറിച്ച് രാജ്യത്തിന്റെ പരമാധികാരം ഉറപ്പാക്കുന്നതിനുള്ള കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമാണ്. ഒരു സാധാരണക്കാരൻ പോലും സുരക്ഷിതമായി സ്വന്തം രാജ്യത്ത് ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഇത്തരം വലിയ പ്രതിരോധ ഒരുക്കങ്ങളുടെയും നമ്മുടെ ജവാന്മാരുടെ കാവലിൻ്റെയും കരുത്തുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ഈ വലിയ നേട്ടത്തെ നമ്മൾ ഓരോരുത്തരും പിന്തുണയ്ക്കുകയും അഭിമാനത്തോടെ ലോകത്തിന് മുന്നിൽ സംസാരിക്കുകയും വേണം. വരും തലമുറകൾക്ക് അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാവുന്ന ഒരു ശക്തമായ രാഷ്ട്രത്തെയാണ് നമ്മുടെ ഭരണകൂടവും സൈന്യവും ചേർന്ന് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വലിയ മുന്നേറ്റത്തിൽ ഓരോ പൗരന്റെയും പങ്കാളിത്തവും പിന്തുണയും അത്യന്താപേക്ഷിതമാണ്. കൂടാതെ ഈ മിസൈൽ പരീക്ഷണം രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെയും ശാസ്ത്രീയ മുന്നേറ്റങ്ങളെയും ഏത് വിധത്തിലാണ് സ്വാധീനിക്കുന്നത് എന്ന് നാം ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിലൂടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനായി കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യ ലാഭിക്കുന്നത്. ഈ തുക രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യ മേഖലയ്ക്കും വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ കൂടുതൽ വേഗത്തിലാക്കുന്നു. ആഗോളതലത്തിൽ ഇന്ത്യയുടെ ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ യുവജനങ്ങൾക്ക് അത് പുതിയ തൊഴിലവസരങ്ങളും ഗവേഷണ സാധ്യതകളുമാണ് തുറന്നു നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കേവലമായ ആയുധ പരീക്ഷണമായി മാത്രം കാണാതെ രാജ്യത്തിന്റെ സമഗ്രമായ വികസനത്തിന്റെ കൂടി ഭാഗമായി നമുക്കിതിനെ വിലയിരുത്താം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന ഈ ചരിത്രപരമായ നേട്ടങ്ങൾ വരും തലമുറകൾക്ക് വലിയൊരു പ്രചോദനമായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഈ അപാരമായ കരുത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ സുപ്രധാന വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.